ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്റ്റെഫി. വരുന്നത് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മി റോസമ്മ സന്തോഷ്, പപ്പ സന്തോഷ്, അനിയൻ സ്റ്റിനു സന്തോഷ്. ഞങ്ങൾ പാണ്ടിത്തിട്ട ഇടവക അംഗമാണ്, മലങ്കര കാത്തലിക്. എൻ്റെ ആദ്യത്തെ 6 നിയോഗങ്ങളിൽ 4 നിയോഗമാണ് ഇതുവരെയും സാധിച്ചിട്ടുള്ളത്. ബാക്കി 2 നിയോഗങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ മമ്മിയും ഉടമ്പടിയിലാണിപ്പം. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 മെയ് 25 എടുത്തത്. ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം എന്ന് ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഇതുപോലെ പറഞ്ഞു, ഞങ്ങൾ കൃപാസനത്തിൽ പോയി. അപ്പം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു കൃപാസനം എന്താണെന്നോ അവിടെ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, ഇതുപോലെ കൃപാസനത്തിൽ പോയി നിങ്ങൾ ഉടമ്പടി എടുക്കുക, ഇതുപോലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. ഉടമ്പടിയിൽ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് അവിടെ പോയി ഉടമ്പടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. അപ്പം ആൻറ്റി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മോൻ ഇങ്ങനെയാണല്ലോ, മോനെന്ന് പറയുന്നത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പം കുഞ്ഞുനാൾ മുതലേ അവൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് മോൻ്റെ നിയോഗം വെച്ച് തന്നെ ആദ്യം ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. നല്ല മാറ്റം അവന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് ആദ്യ വാരത്തോടു കൂടി ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഞാനും എൻ്റെ മമ്മിയുമാണ് വന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പം ഒരു ആൻറ്റി പറഞ്ഞു, ഈ മണ്ണിൽ കാല് കുത്തിയവരാരും ദുഃഖത്തോടെ തിരിച്ചു പോയിട്ടില്ല, ഒരുപടി നല്ല സന്തോഷങ്ങളും നല്ല അനുഭവങ്ങളുമായിട്ടാണ് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം കുറച്ചും കൂടെ ഏറെയായി. അങ്ങനെ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2023 മെയ് 25 ഞാൻ ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2000, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ മമ്മി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, UGCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര ചെക്കിങ്, അതുപോലെ ഒരു NTA നടത്തുന്ന എക്സാമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ചെക്കിങ്ങും എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ PG സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. എൻ്റെ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 സമയത്ത് തൊട്ട് നമുക്ക് UGC എക്സാം നെറ്റ് എക്സാം എഴുതി തുടങ്ങാമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ എഴുതി. അത് ഞാൻ വലുതായിട്ട് പഠിച്ചതുമില്ല, പക്ഷേ എഴുതി, എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ എക്സാം ഞാൻ പഠിച്ചിട്ട് പോയി നല്ലതുപോലെ, പക്ഷേ എനിക്ക് അതും കിട്ടിയില്ല. മൂന്നാമത്തെ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് മെയ്യിലായിരുന്നു. മൂന്നാമത്തെ എക്സാം വന്നത് ജൂണിലായിരുന്നു. ജൂണിൽ എൻ്റെ എക്സാം നടന്ന സമയത്തും ഞാൻ കാശരൂപവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുപോയിരുന്നു. കാശരൂപം ഞാൻ അവിടെ എക്സാം ഹാളിൽ കയറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു ട്രിക്ക് പോലെ ചെയ്തത്, എൻ്റെ റിസ്റ്റിൽ ഞാനാണെങ്കിൽ കൈയുടെ ഭാഗത്താണെങ്കിൽ ഞാൻ ഒരു നൂല് പോലെ കെട്ടിയിട്ട് അതിനകത്ത് കാശുരൂപം വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പം എൻ്റെ ഒരു ഇതിൽ അവിടെ ഞാൻ ആദ്യത്തെ എക്സാംസ് ഒക്കെ എഴുതിയപ്പം, അതായത് ആദ്യത്തെ സെൻറ്ററിലൊക്കെ പോയപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പം കടുത്ത റെഗുലേഷൻസ് ആയിരുന്നു. അവർക്ക് എൻ്റെ കയ്യിലെ ഈ റിസ്റ്റിലുള്ള ആ കാശുരൂപം അവരെടുത്ത് മാറ്റി. കാശുരൂപം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി ഞാനൊന്ന് പേടിച്ചു. അമ്മേ, എല്ലാം തകർന്നു പോവോ എന്നെനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അതായത് അവർ പറഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബാഗിൽ തന്നെ എടുത്തു വെച്ചു. ബാഗിൽ എടുത്തു വെച്ചപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചോളൂ, അമ്മ പുറത്തിരിക്കുകയാണ്,
പക്ഷേ എൻ്റെ അകത്ത് വന്ന് എൻ്റെ എക്സാം എനിക്ക് നല്ലതുപോലെ എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, അപ്പം അമ്മ വന്ന് എനിക്ക് അവിടെ എഴുതി തന്നാലേ ഞാൻ എക്സാം പാസ്സാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ 2 എക്സാം എഴുതി കഴിഞ്ഞതിനെക്കാട്ടിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പം. അമ്മ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പം കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പാടായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും നമ്മുടെ ആൻസർ കീ റെസ്പോൺസും വന്നു ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും UGCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സാധാരണ ഒരു 170 മാർക്കിലാണ് ഔട്ട് ഓഫ് 300 വരുന്നത്. അപ്പം ഈ 170 മാർക്ക് അറ്റൈൻ ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ആൻസർ കീയും എൻ്റെ റെസ്പോൺസ് കീയും ഞാൻ വെച്ച് നോക്കിയപ്പം എനിക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 150. അപ്പോൾ അത് 170 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ നല്ലതുപോലെ, അതായത് വീണ്ടും ഞാൻ ആൻസർ കീസ് മാറ്റി നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ 150 എന്നുള്ള ഒരു കട്ട് ഓഫ് എനിക്ക് കടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അവസാനം റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് വന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് വന്നപ്പം ഞാനാണെങ്കിൽ അമ്മയുടെ കാശ് രൂപവും അതുപോലെ ഉടമ്പടി തൈലവും ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് തൈലം ഒന്ന് മൊബൈലിൽ ഇങ്ങനെ പുരട്ടി അമ്മയുടെ കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്ഥനായ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പം യു ആർ സെലക്റ്റഡ് ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് അതിന് 1000 നന്ദി. ഇപ്പം ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് മാറിവാനിയസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസൾട്ടിൻ്റെ ഫലമാണ്, അത് അമ്മയുടെ ഫലമാണ്, അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇളവിൻ്റെ പരിധി നമുക്കുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പം ആ സാറ് പറഞ്ഞു, ഇതെന്തായാലും കിട്ടും എന്ന് നോക്കണ്ട, ഒരു 50% താഴെ പ്രതീക്ഷ വെച്ചാൽ മതി, എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അങ്ങനെ അവസാനം അവരൊരു എൻക്വയറി നടത്തി വീട്ടിലേക്ക്. അപ്പം അവർക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എന്നാലും പറഞ്ഞു, നിങ്ങൾ എന്തായാലും താലൂക്ക് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കും. താലൂക്ക് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സാർ എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ താലൂക്ക് ഓഫീസിൽ പോയി ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത്. അപ്പം ഞങ്ങൾ പോയപ്പം ഉടമ്പടി ഉപ്പും അതുപോലെ ഉടമ്പടി തൈലും, അപ്പം സാറിൻ്റെ ടേബിളിൽ ജസ്റ്റ് ആരും ഒരു ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പൊന്ന് കുരിശിൻ്റെ ആകൃതിയിലൊന്ന് വിതറിയിട്ട് ഉടമ്പടി തൈലം സാറിൻ്റെ ടേബിളിലൊന്ന് പൂശി. അപ്പം ഇതുപോലെ സാറ് പറഞ്ഞു, ഇത് 50% ഉള്ളൂ ചാൻസ്, എന്തായാലും നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്ക്, പിന്നെ കിട്ടുവാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും റിപ്പോർട്ട് വരും, എന്തായാലും ഒന്ന് ജസ്റ്റ് ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്കാണെങ്കിലും EWSൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. EWS സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം എല്ലാവർക്കും അറിയായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വലിയ ഉപകാരമായിരിക്കും. ഇനിയും കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്. ബാക്കി റിസൾട്ട്സ് വരുമ്പം അമ്മയുടെ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷിയാകാൻ അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് ഞാൻ എൻ്റെ നിയോഗം പോലെയല്ല അത് വെച്ചത്, അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു. അതായത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു അനുഗ്രഹം പോലെ കിട്ടിയതായിരുന്നു. ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് 4 നടന്നു. അവിടെ അതായത് ഞാൻ റിലേറ്റീവ്സിനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ ആയിരുന്നു എൻ്റെ ഒരു സ്കോളർഷിപ്പ് എക്സാം. അപ്പം സ്കോളർഷിപ്പും ഞാൻ 2-3 കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പാസ്സായി വന്നിട്ടില്ലായിരുന്നു. എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് അത് ഇന്നത് കൊണ്ട് അത് ഫെയിൽ ആവാനുള്ള റീസൺസ് ഇന്നത് നിങ്ങൾ വെച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ അവസാനം
ഞാൻ ഉടമ്പടി കാശ് രൂപം ഉപ്പും ആ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഞാൻ കൊണ്ട് വിതറി. അത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിലും സ്കോളർഷിപ്പിൻ്റെ ആണെങ്കിൽ ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് പാസ്സായി വന്നിട്ടുണ്ട്, 1 lakh നിങ്ങൾക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇത് ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല, എനിക്ക് കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഇത്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ മോന് വേണ്ടിയാണ് എല്ലാ പ്രൊസീജറും മോള് തന്നെ പറഞ്ഞുവല്ലോ. ഇനി ആദ്യമായിട്ട് പിന്നെ മോന് വേണ്ടിയാണ്. മോൻ ജന്മനാ തന്നെ അവന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവന് മേലുണ്ണാക്കില്ലായിരുന്നു, കരയുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പാല് കുടിക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ ഭയങ്കര പ്രയാസവും ഒത്തിരി കഷ്ടത്തെ അനുഭവിച്ച് വളർത്തിയൊരു കുഞ്ഞാണിത്. പക്ഷേ ഒത്തിരി നേർച്ചകളൊക്കെ നേരുകയും പക്ഷേ ഒത്തിരി പള്ളികളിലൊക്കെ പോവുകയും എല്ലാം ചെയ്തു. 1 വയസ്സായപ്പോൾ കുഞ്ഞിന് ഓപ്പറേഷൻ നടന്നു. അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ കുഞ്ഞ് വളരും തോറും അവന് പ്രശ്നങ്ങളായി വന്നു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ദേഷ്യവും മെൻ്റലി പ്രോബ്ലമായി. ഏകദേശം ഒരു 5-10 വയസ്സ് വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 10 വയസ്സ് മുതൽ അവന് ദേഷ്യവും ഉപദ്രവിക്കുകയും വരുന്നവരോടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവുകയും അവനെ സ്കൂളിൽ ചേർത്ത് സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവിടെ അവനെ നോക്കുന്നതായ ചേച്ചിയെ അടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഈ കൊറോണ സമയത്ത് കുഞ്ഞിനെ പിന്നെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ വീട്ടിൽ തന്നെ അവനെ നിർത്തുകയും പരീക്ഷാ സമയത്ത് അവനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് തന്നെ പറഞ്ഞല്ലോ, അടുത്തുള്ള ഒരു കൊച്ച് ഞങ്ങളോട് പറയുകയും മോനെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി ഒരു ഉടമ്പടി എടുക്കുക എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും മോളും കൂടെ ഇവിടെ വരികയും എല്ലാം ചെയ്തത്. അങ്ങനെ മോന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒത്തിരി ഫലങ്ങളുണ്ടാവുകയും അവൻ്റെ ആ ദേഷ്യവും അവൻ്റെ ഉപദ്രവവും ഒക്കെ കുറേശ്ശെ കുറഞ്ഞു വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് അവന് കാണാൻ തക്കവണ്ണം അവൻ കിടക്കുന്നതായ ഒരു സെറ്റിയിൽ അവൻ കിടക്കുമായിരുന്നു. അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഞങ്ങൾ ആ മാതാവിൻ്റെ ഫോട്ടോ വയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതാണെങ്കിൽ ആ മാതാവിനോട് തന്നെ ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ അവനോട് പറയും, മോനെ ഇത് അമ്മയാണ്, മക്കളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരും, മക്കൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനോട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അത് അവൻ്റെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അത് അവൻ്റെ നാവിൽ പുരട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ സംസാരിക്കുവാനും, പക്ഷേ ഇത്രയൊക്കെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണ് എന്ന് പറയട്ടെ. ഇപ്പോൾ അവന് ഒത്തിരി സൈലൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി കുറച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും പിന്നെ ഉപ്പും തേനും ഒക്കെ കുഞ്ഞിൻ്റെ നാവിൽ പരട്ടി കൊടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ജപമാല എന്നും കുടുംബ പ്രാർത്ഥനയിൽ ജപമാല എടുക്കുമ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം വാങ്ങിച്ച് അവൻ്റെ നെറ്റിയിൽ ഞങ്ങൾ ആദ്യമേ അവൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിങ്ങനെ ഞങ്ങൾ ചെയ്തു അവസാനം അവൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ജപമാലയും കാശ് രൂപവും കൂടെ വാങ്ങിച്ച് അവൻ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഞങ്ങൾ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും അവൻ അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ അവൻ അത് ശ്രദ്ധിച്ചു തുടങ്ങി. അച്ഛൻ കൈകൊട്ടി പാടാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അവൻ തന്നെ അവൻ്റെ ഭാഷയിൽ ഹല്ലേലൂയ എന്നും കൈകൊട്ടി പാട്ടുപാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും.
അങ്ങനെ അവന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ മാധ്യസ്ഥതയല്ലേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവന് നടന്നു പോകുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമായിരുന്നു. ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ചെറിയൊരു വീടും അത് ചോർന്നൊലിക്കുന്ന ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ചോർന്നൊലിക്കുന്നൊരു ഭവനമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പ്രശ്നമുണ്ടായി, ഭവനം വെക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ നിർബന്ധിച്ചു ഭവനം വേണമെന്ന്. പക്ഷെ അത് എന്നിട്ടും ഭവനം ഇതൊക്കെ മതി എന്നുള്ള രീതിയിലൊക്കെ ആയി. പക്ഷേ ഞാൻ ഉടമ്പടി ചെയ്തു. ഇവിടുന്ന് ഞാൻ മണൽ കൊണ്ടുപോയി ഞങ്ങളുടെ മുറ്റത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉപ്പും വീടിന് ചുറ്റും വിതറി, ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പും കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ അതിൻ്റെ ഫലമായി വീട്ടിൽ നിന്ന് സംസാരങ്ങൾ വന്നു, നമുക്ക് പുതിയൊരു ഭവനം നിർമ്മിക്കാം. പക്ഷെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, പക്ഷേ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ വഴി നമുക്കൊരു ഭവനം നൽകും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ മുതൽ വീടിൻ്റെ ഭവനത്തിനുള്ള എല്ലാം ചെയ്ത് ഈ എല്ലാ പണികളും പൂർത്തിയായി. ഈ ജനുവരി 14 വീടിൻ്റെ കൂദാശ കഴിഞ്ഞു. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് ഞാൻ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ആദ്യം കുറേ ആളുകളിങ്ങനെ നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു പത്രം കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും ഞാനും മമ്മിയും യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുകയും അത് സ്റ്റേറ്റസ് ആക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരുന്ന അനുഭവങ്ങൾ ഞാനാണെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അവർക്കിത് കേൾക്കുമ്പം അതായത് ഇപ്പം ഞാൻ 3 ഇവിടെ പറഞ്ഞോളൂ, പിന്നെ അല്ലാതെ 2 സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ 2-3 പേരാണെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഏതാണോ ആ ദിവസം ഞാൻ ഉച്ചയ്ക്ക് പോയി മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ, അന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, അപ്പോൾ എന്നെയും കൊണ്ട് ആവുന്ന രീതിയിൽ ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. മേ ബി അത് പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം. അപ്പോൾ എന്നെയും കൊണ്ട് ചിലപ്പോൾ 3-4 പൊതിച്ചോറേ ആയിരിക്കും പറ്റുന്നത്, പക്ഷേ അത് ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ് പോലെ എല്ലാ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ അനാഥാലയങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അപ്പം ഇത്രയുമായിരുന്നു. പിന്നെ ആരെങ്കിലും മമ്മിയാണെങ്കിൽ തന്നെ മമ്മിക്ക് ചെറിയൊരു രീതിയിൽ തയ്യലിൻ്റെ ചെറിയൊരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു രീതിയിൽ മമ്മി ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ആരും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് സഹായം ചോദിച്ചു വരുന്നവരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പാവപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം ചെറിയൊരു രീതിയിൽ ധനസഹായമോ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നതും ആയിരിക്കും. എല്ലാ ദിവസവും കുർബാന, ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് കുർബാന ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും എനിക്ക് കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 1-2 ദിവസം മാത്രമേ എനിക്ക് മുടക്കം സാധാരണ വരാറുള്ളൂ. അല്ലാതെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ദിവസം ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള അവസരവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുമ്പസാരിക്കാനുള്ള അവസരവും പിന്നെ കുർബാന ജീവിതവും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്കാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാനായിട്ട് പറ്റി. അപ്പം എല്ലാം തന്ന് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. സ്റ്റെഫിമോളുടെയും കുടുംബത്തിൻ്റെയും വളരെ ശക്തമായ ആത്മീയത നിറഞ്ഞ ഒരു നല്ല
സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മോട് പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും ഈശോയുടെ വലിയ രക്ഷയും സംരക്ഷണവും അവർക്ക് ലഭിച്ചതായി അവർ ഏറ്റുപറയുകയാണ്. സ്റ്റെഫിമോളുടെ ജീവിതത്തിലേക്ക്, ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് സ്റ്റെഫിമോൾ പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിൽ തനിക്ക് യാതൊരു യോഗ്യതകളും ഇല്ല. വളരെയധികം 2 പ്രാവശ്യം UGC നെറ്റ് എക്സാം പരാജയപ്പെട്ടപ്പോഴാണ് മൂന്നാമതൊരു പരീക്ഷ എഴുതുന്നതിന് മുൻപ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് കിട്ടാനുള്ള യോഗ്യത 150 മാർക്കാണ്. പക്ഷേ അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഗ്രേസാണ് മകൾക്ക് 170 മാർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതോടുകൂടി മകൾ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോയത്. അമ്മ തന്നെയാണ് പരീക്ഷ എഴുതിയതെന്ന് സ്റ്റെഫിമോൾ വളരെ ശക്തമായി വിശ്വസിക്കുന്നു. അതിനുശേഷം മകൾക്കുണ്ടായ ഒരു വലിയ ഉന്നതിയായിരുന്നു, ഒരു വലിയ വിജയമാണ്. അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് മകൾക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാവുന്നതുപോലെ 12 വർഷത്തെ ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ ജോലി കിട്ടുക. പക്ഷേ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു സിഗ്നേച്ചർ, ഗ്രീൻ സിഗ്നേച്ചർ, ഈശോ നമുക്ക് വളരെ അഡ്വാൻസ്ഡായി നൽകുന്ന ഒരു ഉത്തരമാണ്, ഒരു വിജയമാണ്, ഒരു അപ്പോയിൻമെൻ്റാണ് ഇന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഈ മകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മകൾക്ക് EWC സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് ലഭിക്കുകയുണ്ടായി. സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി ഉയർച്ചയിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവം. അതിനെല്ലാം നമ്മുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് എൻ്റെ ദിവ്യബലി ഞാൻ ഒരിക്കലും മുടക്കാറില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, അച്ഛൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ 40 വർഷത്തെ ദിവ്യബലിയുടെ യോഗ്യതയാൽ, നമ്മൾ ഓരോരുത്തരുടെയും ദിവ്യബലിയുടെ യോഗ്യത നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആസ്തിയായിട്ട് നൽകാം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആസ്തി. ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്? ഈശോ നമ്മോട് ചോദിക്കുകയല്ലേ, നീ എത്ര രൂപ കൊടുത്തു, നീ എത്ര പൊതിച്ചോറ് കൊടുത്തു എന്നൊന്നല്ല ഈശോ ചോദിക്കുന്നത്. ഈശോ ചോദിക്കാൻ പോകുന്നത്, നീ എന്തുകൊണ്ട് ചെയ്തു, ഈശോയെ സ്നേഹിച്ചുവോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഒരു ആസ്തിയുള്ള ഉത്തരം. അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞനിയൻ്റെ ഒരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അമ്മയും ഇവരും സംസാരിക്കുകയുണ്ടായി. ഇന്ന് മകനിന് വന്നിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കുഞ്ഞിനെ ഇങ്ങനെ അൾത്താരയിൽ കയറി നിൽക്കുവാനോ, അല്ലെങ്കിൽ അവൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും അവൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പ്രാർത്ഥനകൾ അവൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഈശോ പറയുന്നത് പോലെ ഈ വരങ്ങളെല്ലാം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും എടുത്ത് ശിശുക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. നാം എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ശിശുക്കളെ എടുത്തുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇവരിൽ നിന്ന് പഠിക്കുന്നു. ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇടർച്ചയ്ക്ക് കാരണമായാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ തിരികല്ല് കെട്ടി താഴേക്കാണ് നമ്മെ താഴ്ത്താൻ പോകുന്നത്. അതുകൊണ്ട് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ടാണ് ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നത്. ശിശു സഹജമായ ഈ ഒരു കുഞ്ഞിനുണ്ടായ വലിയ വ്യത്യാസങ്ങൾ ഈ അമ്മയുടെ പറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള എല്ലാ മക്കളെയും, അതുപോലെ തന്നെ ജോലിക്കായി വിഷമിക്കുന്ന, പഠനത്തിൽ വിഷമിക്കുന്ന, വിസ പ്രോസസ്സിങ്ങിനായി കഷ്ടപ്പെടുന്ന, നമ്മുടെ കുടുംബത്തിലുള്ള വളരെയധികം പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, വിവാഹബന്ധങ്ങൾ തകർന്നു പോകുന്ന എല്ലാ മക്കളെയും ഈ ഉടമ്പടിയോട്, ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്റ്റെഫിമോളുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.